JRCM. നമസ്കാരം. രണ്ട് ഒപ്പത്തിനൊപ്പമാണ് അല്ലേ? ഒരു ക്ലാസ് കഴിയുമ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് 2-2:30 ആകുമ്പോഴേക്കും എല്ലാവരും JRCM പറഞ്ഞു തുടങ്ങും. എത്ര പേര് പുതിയ ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ? പുതിയ ആളുകൾ, ബ്രാൻഡ് ന്യൂ ഒരുപാട് ആളുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പക്ഷേ ഉച്ചയ്ക്ക് 2:30 നമ്മൾ JRCM പറയും. JRCM. യെസ്. അതിൽ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 19 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യും. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് RCM. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം. കയ്യടിക്കരുത്. ഇതാണ് ആളുകളുടെ ശീലം. എന്ത് ചെയ്യും കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയിലാണ്. പല പല ഡെഫിനീഷൻസ് പല പ്രൊഡക്റ്റിലൂടെ, പല സെഗ്മെന്റുകളിലൂടെ, പല വ്യക്തികളിലൂടെ കിട്ടിയെങ്കിലും ഇന്നലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ RCMനെ പറ്റിയിട്ട് കിട്ടി. ഇന്നലെ വരാപ്പുഴയിൽ വെച്ച് ജീവ വണ്ടർവേൾഡ് ക്വിക്കില് ഒരു അമ്മ ക്ലാസ് എടുക്കാൻ പോയി. അമ്മ മാത്രമല്ല, ഒരു ഭാര്യയാണ്, ഒരു മകളാണ്, ഒരു മരുമകളാണ്. എല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തി ഇന്നലെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ പറഞ്ഞ കാര്യം, എനിക്ക് 2 പെൺമക്കളാണ്. അവര് വളർന്ന് വലുതായി ഒരു 20-25 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടേണ്ടി വരും. അതുവരെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആണ്. കുട്ടികളുടെ പഠിത്തം, അവര് നോക്കുന്ന കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫ്രീ ആവുന്ന ഒരു സമയത്ത് എൻ്റെ കൂടെ അവരുണ്ടാവില്ല. കാരണം അവരെ കെട്ടിച്ചു വിടും. ഞാൻ തനിച്ചാവും, ഞാൻ ഒറ്റയ്ക്കാവും. ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു മകനെ ദത്തെടുത്തു. മകൻ ഇപ്പോ 3.5 വയസ്സായി. 3.5 വയസ്സുള്ള ആ മകൻ ഈ അമ്മയ്ക്ക്, ഈ മകൾക്ക്, ഈ ഭാര്യയ്ക്ക് എല്ലാ മാസവും ഒരു 15,000 രൂപ വെച്ചിട്ട് അയച്ചു തരുന്നുണ്ട്. ആ മകന് 18 വയസ്സാവുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല, എൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഞാൻ തനിച്ചാവില്ല, എന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന നന്മ നിറഞ്ഞ RCM പ്രവർത്തകരുണ്ടാവും. ആ മകന്റെ പേരാണ് RCM. ഇത്രയുള്ളൂ RCM. ഇത് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ ചെയ്യാതിരുന്നാൽ നാളെ അടുത്ത തലമുറ ചോദിക്കും എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്. ആ ചോദ്യം നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM. താങ്ക് യു. എൻ്റെ പേര് ഷാഗിരീഷ്. ഒരു 8 വർഷത്തോളം പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ RCMലെ സ്റ്റാർട്ടപ്പ് കാർഡ് അച്ചീവർ. അതിലുപരി ഗിരിസാറിന്റെ വൈഫാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഒരു അഭിമാനം ഒക്കെ ഉണ്ട്. വേറെ സന്തോഷമാണ് RCMൽ വന്നതിന് ശേഷം. RCMലേക്ക് വന്നത് 2000-ലാണ് RCM സ്റ്റാർട്ട് ചെയ്തത്. RCM തുടങ്ങി 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ RCMൽ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് 2025 എത്തിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കാർഡും ഒരു റൈസിംഗ് കോർണറിലാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് RCM എന്നൊരു പ്രസ്ഥാനത്തിന്റെ പവറാണ്. കഴിഞ്ഞ ദിവസം അഖില മാം നമ്മുടെ കറുകുറ്റി പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. അഖില മാം ഒക്കെ RCMൽ വരുന്ന സമയത്ത് ഏകദേശം 25ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. വിജയിച്ച ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല, ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ RCMലേക്ക് വരുന്ന സമയത്ത് 350ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു, വിജയിച്ച ലീഡേഴ്സ് ഉണ്ടായിരുന്നു, നല്ല നല്ല ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 2025 എത്തിനിൽക്കുമ്പോൾ എത്രമാത്രം ഷോപ്പുകൾ, എത്രമാത്രം വിജയിച്ച ലീഡേഴ്സ്, എത്രമാത്രം സെഗ്മെന്റ് വൈസ് പ്രൊഡക്റ്റുകളല്ലേ. അപ്പോൾ RCMൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും എല്ലാം നിറവേറ്റാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് RCMൽ നിൽക്കാം, നിങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന കാര്യം 100% ഉറപ്പാണ്. ജോലി ഉണ്ടായിരുന്നിട്ട് പോലും വുമൺ എംപവർമെന്റ് എന്താണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഗിരി സാർ RCM ഏറ്റെടുത്തപ്പോൾ ഒത്തിരി നാള് സാറിനെ സപ്പോർട്ട് ചെയ്യാതെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ പതുക്കെ പതുക്കെ പ്രോഗ്രാമുകൾ ഡോക്ടർ രാജൻ സാർ, മൂർത്തി സാറിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടും ഗിരി സാറും എന്നെയും RCMലേക്ക് കൊണ്ടുവന്നു. അന്നൊക്കെ പല ലീഡേഴ്സിനും അറിയാം, ഞാൻ ഗിരി സാറിൻ്റെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് മാത്രം പോകുന്നൊരു വ്യക്തിയായിരുന്നു. ജസ്റ്റ് ഒന്ന് പോവാം, ഒന്ന് വിഷ് ചെയ്യുക, അത്രയും മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, RCMൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്താനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് RCMൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ്. ഇന്ന് ഒരു സക്സസ് ആയിട്ട് RCMലൂടെ സക്സസ് ആവാൻ സാധിച്ചു. കാരണം സാറ് ജോലി ചെയ്തിരുന്നു, പട്ടാളത്തിലുണ്ടായിരുന്നു.
അതിന് മുന്നേ ജോലികൾ ചെയ്തിരുന്നു, വിദേശത്ത് പോയിരുന്നു, ഞാൻ പോസ്റ്റ് ഓഫീസ് ജോലി ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും ജീവിതത്തിൽ വിജയം നേടാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് 8.5 വർഷങ്ങൾ കൊണ്ട് ഹെൽത്ത് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് റെസ്പെക്ട് കിട്ടുന്നുണ്ട്, അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് യാത്രകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ആസിമിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവരും ഒരു ഉറച്ച തീരുമാനം എടുക്കാം, ആസിമിലൂടെ വിജയിക്കുമെന്ന് ഉറച്ച തീരുമാനം എടുക്കാം. 2025 നമ്മുടെ എല്ലാം ഒരു വർഷമായിട്ട് മാറ്റാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ജയ് ആസിയ, ഗുഡ് ആസിയ. താങ്ക് യു. താങ്ക് യു ജിഷ മാഡം. ഒരു നല്ലൊരു കേൾവി നമുക്ക് പ്രവീൺ സാറിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. Thank you so much, Gopal sir. Thank you very, very much. JRCM! JRCM. So, good morning. Good morning. Good morning, Kerala, and good morning, Trishur. So, very, very excited. I think in the span of 3 months, we are conducting the second ULP here. And let us give a big round of applause to our leaders for making this happen. So, before going ahead, before starting this program, I just want to tell you one thing about the power of Kerala. And I always tell our founder TC sir has a special place in his heart for Kerala. Yes or no? Yes. So, across Pan India, Kerala is the only state where we are conducting ULP in 5 cities. 5 cities. And I can tell you in future whatever the activities are coming on behalf of RCM system, we promise that we will conduct these activities in each and every district of Kerala. Because Kerala is of energy, Kerala is of discipline. Yes or no? Yes. So can we say JRCM once?